നമുക്ക് ചുറ്റുമുള്ള ലോകം നമ്മളറിയാതെ മറ്റാരെങ്കിലും നിയന്ത്രിക്കുന്നുണ്ടോ? ബൈബിളിലും ഖുറാനിലും പറയുന്ന സാത്താൻ്റെ പാത പിന്തുടരുന്ന ആളുകൾ നമ്മൾ ജീവിക്കുന്ന ലോകക്രമത്തെ മാറ്റിമറിച്ച് സാത്താനിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്തതുപോലെ നമ്മെ അകപ്പെടുത്തുന്ന ഒരു നിഗൂഢ സംഘടന. എമ്പുരാൻ സിനിമയിലെ ശ്രീ മോഹൻലാൽ ഇവരോടൊപ്പം നിൽക്കുന്ന ആളാണോ, അല്ലെങ്കിൽ ഇവരെ എതിരിടുന്ന ആളാണോ? ലോകമെമ്പാടും സാന്നിധ്യമുള്ള ആ എലൈറ്റ് ഗ്രൂപ്പുകളെ ലോകം ഇല്ലുമിനാറ്റി എന്ന പേരുപയോഗിച്ചാണ് വിളിക്കുന്നത്. ചിലപ്പോൾ അത് സത്യമാവാം, അല്ലെങ്കിൽ വെറും കോൺസ്പിറസി തിയറികൾ മാത്രമാവാം. എങ്കിലും അവയ്ക്ക് പിന്നിലെല്ലാം നിഷേധിക്കാനാവാത്ത തെളിവുകളും ചില വസ്തുതകളുമുണ്ട്. എങ്ങനെയാണ് ഈ ഇല്ലുമിനാറ്റി എന്ന ആശയത്തിൻ്റെ തുടക്കം? ലൂസിഫറിൽ തുടങ്ങി എമ്പുരാനിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഇല്ലുമിനാറ്റി റെഫറൻസുകൾ എന്തൊക്കെയാണ്? എന്താണ് സിനിമ കാണുമ്പോൾ ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം? ഇതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നമസ്കാരം, ഞാൻ അനുരാഗ്. സാധിക്കുന്നവരെല്ലാം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് പോവാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. പുതിയ സാമ്പത്തിക വർഷം വരികയാണ്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള സമയമാണ്. സാമ്പത്തികപരമായിട്ട് മെച്ചപ്പെടാനും ഉത്തരവാദിത്വത്തോടെ പണം കൈകാര്യം ചെയ്യാനും പുതിയ വർഷത്തിൽ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. അതുകൊണ്ട് പെട്ടെന്ന് പണക്കാരനാവാൻ നോക്കരുത്. കയ്യിലുള്ളത് 1000 രൂപയാണെങ്കിലും നന്നായിട്ട് കൈകാര്യം ചെയ്യാനും നിക്ഷേപിക്കാനുമാണ് നമ്മളെല്ലാവരും പഠിക്കേണ്ടത്. എന്നാൽ നമ്മുടെ പണം എല്ലാം ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കരുത്. ബാങ്കിലും സ്റ്റോക്സിലും മ്യൂച്വൽ ഫണ്ട്സിലും സ്വർണ്ണത്തിലും ഡെറ്റിലും വസ്തുവിലും ഒക്കെ ആയിട്ട് നിക്ഷേപം വൈവിധ്യപ്പെടുത്തണം. കൃത്യമായി വരവ് ചെലവുകൾ നിയന്ത്രിച്ച് ലക്ഷ്യങ്ങൾ പ്ലാൻ ചെയ്യണം. ഈ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കണം എന്ന താല്പര്യമുള്ളവർക്ക് എൻ്റെ പേഴ്സണൽ ഫൈനാൻസ് മാസ്റ്റർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്. ഈ 6 മണിക്കൂർ പ്രീ റെക്കോർഡഡ് ക്ലാസ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടു തീർക്കാവുന്നതാണ്. പണം ഉണ്ടാക്കാനും കൈകാര്യം ചെയ്യാനും വിവിധ അസറ്റ് ക്ലാസ്സുകളിൽ നിക്ഷേപിക്കാനും ടാക്സ് പ്ലാൻ ചെയ്യാനും റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യാനും 10ലധികം ഫൈനാൻഷ്യൽ ടൂളുകളുടെ സഹായത്തോടെ വ്യക്തമായിട്ട് ഞാനിവിടെ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. കമൻറ്റിലെ ലിങ്കിൽ പോവുക, ഫോണിലെ ലൊക്കേഷൻ ഓൺ ചെയ്ത് ഏത് രീതിയിൽ വേണമെങ്കിലും പേയ്മെൻറ്റ് നടത്താം. 6000 രൂപ വിലയുള്ള ക്ലാസ് ഈ വീഡിയോ വഴി ജോയിൻ ചെയ്യുന്ന ആദ്യ 250 പേർക്ക് 2799 രൂപയ്ക്ക് ഇപ്പോൾ ലഭ്യമാണ്. ഞാൻ പറയുന്നത് ഒരുപാട് നേരമൊന്നും ഈ ക്ലാസ്സിന് വേണ്ടി ചെലവഴിക്കേണ്ട ആവശ്യമില്ല. 3-4 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും പഠിച്ചു തീർക്കാം. അതിനുശേഷം വ്യക്തമായിട്ട് ആത്മവിശ്വാസത്തോടെ നിക്ഷേപങ്ങൾ നടത്താൻ പറ്റുന്നതുമാണ്. നമുക്ക് എന്തായാലും വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ, ഇല്ലുമിനാറ്റി എന്ന കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഉദയം ചെയ്യുന്നത് ആദം വെയിൻഷാഫ്റ്റ് എന്ന വ്യക്തിയിൽ നിന്നാണ്. 1748 ഇന്നത്തെ ജർമ്മനിയുടെ ഭാഗമായ ഇൻഗോൾഡ് സ്റ്റാഡ് എന്ന നഗരത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ജൂതമതത്തിൽ നിന്ന് ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറിയവരായിരുന്നു ആദം വെയിൻഷാഫ്റ്റിൻ്റെ മുൻ തലമുറക്കാർ. ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ്റെ മരണത്തോടെ അനാഥനായി തീർന്ന ആ കുട്ടിയെ അമ്മാവനാണ് വളർത്തുന്നത്. അമ്മാവൻ കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനമായ ജെസ്യൂട്ട് എന്ന സ്കൂളിലാണ് ആ കുട്ടിയെ ചേർക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മ ആരാണെന്ന വിവരം ഇപ്പോഴും നമുക്കൊന്നും ലഭ്യമല്ല. അത്തരത്തിൽ എന്തായാലും മതാടിസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസ സാഹചര്യങ്ങളായിരുന്നു ആദത്തിന് ചെറുപ്പം മുതലേ ലഭിച്ചത്. പഠിത്തമൊക്കെ കഴിഞ്ഞ് ആദം നാച്ചുറൽ ആൻഡ് കാനോൺ ലോ പ്രൊഫസറായിട്ട് മാറുന്നുണ്ട്. പിന്നീട് അദ്ദേഹം വിവാഹിതനുമായിട്ടുണ്ട്. ചെറുപ്പത്തിലെ തന്നെ നല്ല വായനാശീലമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. തൻ്റെ അമ്മാവൻ്റെ ലൈബ്രറിയിൽ നിന്ന് ഫ്രഞ്ച് ജ്ഞാനോദയ തത്വചിന്തകരുടെ പുസ്തകങ്ങൾ സ്ഥിരം വായിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ഫ്രാൻസിലെ രാജവാഴ്ചയും പള്ളിയും അതിനോടനുബന്ധിച്ച സംവിധാനങ്ങളും പ്രഭുവർഗവും എല്ലാം ചേർന്ന് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം പുസ്തകങ്ങളിലൂടെ അറിഞ്ഞു. വളർന്നു വരുന്ന സമയത്ത് തന്നെ ആദം അയാൾ വായിക്കുന്ന പുസ്തകങ്ങളിലെ എഴുത്തുകളിൽ വല്ലാതെ ആകൃഷ്ടനുമായിരുന്നു. അത്തരത്തിൽ യൂറോപ്യൻ നാടുകളിലെല്ലാം ആ സമയത്ത് ഒരു ജ്ഞാനോദയ ചിന്തയുടെ കാലഘട്ടമായിരുന്നു എന്ന് പറയാം. പക്ഷേ ഇന്നത്തെ ജർമ്മനിയുടെ ഭാഗമായ ബവറോയിഡ് സ്റ്റേറ്റ് വളരെ യാഥാസ്ഥിതികവും അടിയുറച്ച കത്തോലിക്ക വിശ്വാസവും പിന്തുടരുന്ന സ്ഥലം തന്നെയായിരുന്നു. ആ സമയത്ത് ആദത്തെ പോലുള്ള ആളുകൾക്ക് പള്ളിയും രാജവാഴ്ചയും എല്ലാം ചേർന്ന് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് മേൽ കടന്നുകയറുന്നു എന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആരോപണങ്ങളുണ്ടായിരുന്നു. മതപരമായ ആശയങ്ങൾ ആധുനിക സമൂഹത്തെ ഭരിക്കുന്നത് അനുയോജ്യമല്ല എന്ന് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുകയാണ്. അതിൽ നിന്ന് ഒരു മാറ്റം വരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ച് ആ സമയത്ത് തന്നെ ഫ്രീ മേഷണറി പോലുള്ള മതേതരവും ലോക സാഹോദര്യവും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ധാരാളം സ്വതന്ത്ര ചിന്തകർ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളോട് അനുഭാവം പ്രകടിപ്പിച്ച് ഫ്രീ മേഷണറി പോലുള്ള കൂട്ടായ്മകളിൽ ചേരാൻ തയ്യാറായ കാലഘട്ടമായിരുന്നു ആ സമയത്ത് യൂറോപ്പിൽ. എന്നാൽ ഫ്രീ മേഷണറി മതം പോലെ തന്നെ പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുകയും അതിലുപരി മനുഷ്യ സാഹോദര്യത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയായിരുന്നു. പക്ഷേ അവിടെയും മതത്തിൻ്റേതിന് സമാനമായ രീതിയിലുള്ള ചടങ്ങുകളും രാജഭരണത്തിന് തുല്യമായ ചേരിതിരിവുകളും ഒക്കെ ഉള്ളതായിട്ട് ആദത്തിന് അനുഭവപ്പെടുകയാണ്. ഇനിയും ഇവിടെ നിന്നാൽ താൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എൻലൈറ്റ്മെൻറ്റോ ക്രിട്ടിക്കൽ തിങ്കിങ്ങോ ഒന്നും തന്നെ ഇത്തരം സംഘടനകളിൽ നിന്ന് ലോകത്തിന് ലഭിക്കില്ല എന്ന സത്യവും അദ്ദേഹം മനസ്സിലാക്കി. എങ്കിൽ പോലും ഇത്തരം സംഘടനകളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ സമയത്ത് 7 സാഗസ് ഓഫ് മെംബിസ്, കബാല പോലുള്ള നിഗൂഢമായ വിഷയത്തെക്കുറിച്ച് ആദത്തിന് കൂടുതൽ അറിവുകൾ കിട്ടി. 7 സാഗസ് ഓഫ് മെംബിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സപ്തർഷികൾക്ക് സമാനമായ ഒരു സങ്കല്പമാണ്. പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിലുള്ള ഒരു സങ്കല്പമാണെന്ന് പറയാം. മെംഫിസ് എന്ന് പറയുന്നത് പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ ഒരു നഗരവുമായിരുന്നു. ഈ 7 സന്യാസിമാർക്ക് പ്രപഞ്ചത്തെക്കുറിച്ചും ലോകത്തെ ഭരിക്കുന്ന അജ്ഞാതമായ ശക്തികളെക്കുറിച്ചുമൊക്കെ മറ്റാർക്കും ഇല്ലാത്ത തരത്തിലുള്ള വലിയ അറിവുകൾ തന്നെ ഉണ്ടായിരുന്നുവെന്ന് പുരാതന ഈജിപ്ഷ്യൻ മതവിശ്വാസികൾ വിശ്വസിച്ചിരുന്നു. പിന്നീട് ഇത്തരം പുരാതന വിശ്വാസങ്ങളിൽ പ്രചോദനമായിട്ടാണ്
പല ഇല്ലുമിനാറ്റി ഗ്രൂപ്പുകളും രഹസ്യ സംഘടനകളും സ്ഥാപിക്കപ്പെട്ടത് എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും പുരാതന ഈജിപ്തിലെ രാജകീയതയുടെയും സുരക്ഷിതത്വത്തിൻ്റെയും ഒക്കെ ദേവനായ ഹോറസിൻ്റെ കണ്ണുകളെ ഒരു സംരക്ഷണത്തിൻ്റെ അടയാളമായി അവരെല്ലാം വിശ്വസിച്ചിരുന്നു. ആ ചിഹ്നം അതിനുവേണ്ടി അവർ കയ്യിൽ കൊണ്ടു നടക്കുകയും ചെയ്തിരുന്നു. ഇല്ലുമിനാറ്റിയെക്കുറിച്ച് പറയുന്ന സമയത്ത് പലപ്പോഴും ഒരു ത്രികോണ വലയത്തിൽ ഒറ്റക്കണ്ണുള്ള ഒരു ചിത്രം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഇത് ഇത്തരം പുരാതന മിത്തുകളിൽ നിന്ന് പ്രചോദനമായി രൂപപ്പെട്ടതാണ് എന്നും ഒരു വാദം നിലനിൽക്കുന്നുണ്ട്. ആദത്തിന് ലഭിച്ച രണ്ടാമത്തെ അറിവ് കബ്ബാല എന്നറിയപ്പെടുന്ന ഒരു പുരാതന ജൂവിഷ് മിസ്റ്റിക്കൽ ട്രഡീഷനെ കുറിച്ചുള്ളതായിരുന്നു. സാധാരണ രീതിയിലുള്ള ജൂതമത വിശ്വാസങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നുമൊക്കെ കബ്ബാല വളരെ വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് സാധാരണ ജൂതമത വിശ്വാസികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ദൈവം ഒന്നേ ഉള്ളൂ, ആ ദൈവത്തിന് സർവ്വശക്തിയും ഉണ്ട് എന്ന രീതിയിലെല്ലാം വിശ്വസിക്കുന്ന ആളുകളായിരുന്നു. എന്നാൽ കബ്ബാലയിലേക്ക് വരുന്ന സമയത്ത് ദൈവം അനന്തവും അജ്ഞാതവുമായ ഒരു ശക്തിയാണെന്നും അത് ലോകത്തിൽ പല രീതിയിൽ പ്രകടമാവുന്നുണ്ട് എന്നും അവർ വിശ്വസിച്ചിരുന്നു. സാധാരണ ജൂതമതത്തിൽ പുനർജന്മം എന്നൊരു കാര്യം തന്നെയില്ല. എന്നാൽ കബ്ബാലയുടെ കാര്യം വരുന്ന സമയത്ത് പുനർജന്മ സിദ്ധാന്തമൊക്കെ അവർ വിശ്വസിക്കുന്നുണ്ട്. ജൂതമതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ധ്യാനം, പ്രത്യേക പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം ഈ ഒരു പാരമ്പര്യത്തിലുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി നമുക്കിവിടെ കബ്ബാലയുടെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്. കൂടുതലായിട്ടും സെമിറ്റിക് വിശ്വാസങ്ങളിൽ നിന്ന് മാറി ഈജിപ്ഷ്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരത്തെ പോലെ ബഹുദൈവ വിശ്വാസത്തോടാണ് അവർ കൂടുതലും ചേർന്ന് നിൽക്കുന്നത്. എമ്പുരാൻ സിനിമയിലെ ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടുത്തുന്ന പൃഥ്വിരാജിൻ്റെ എല്ലാം വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇത്തരത്തിൽ ഈ സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്ന വളരെയധികം ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചിത്രങ്ങളും അതിലെല്ലാം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിൻ്റെ നടുവിലായി കാണുന്ന ഒരു സ്റ്റാർ കബ്ബാല പാരമ്പര്യത്തിലുള്ളതാണ്. ജൂത പാരമ്പര്യത്തിൽ ഇതിന് സമാനമായിട്ട് സ്റ്റാർ ഓഫ് ഡേവിഡ് എന്നൊരു ചിഹ്നം ഉണ്ട് എന്ന കാര്യം ഇവിടെ ഒന്ന് തിരിച്ചറിയാം. പിന്നെ ഇതിലെ ത്രികോണാകൃതിയും അതിർകത്തെ കണ്ണിൻ്റെ ആകൃതിയും എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇല്ലുമിനാറ്റിയുടെ റെഫറൻസ് തന്നെയാണ്. ഇനി ഔട്ടർ സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ പുറം ഭാഗത്തെ വൃത്താകൃതിയിലുള്ള ചിഹ്നങ്ങൾ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട സിമ്പിൾസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇത്തരം സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സിനിമയിലെ ഇല്ലുമിനാറ്റി റെഫറൻസ് ആണെന്ന് വ്യക്തമാവുന്ന ഒരു കാര്യമാണ്. ഇനി ചരിത്രത്തിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വന്നാൽ ഇത്തരം നിഗൂഢമായ പുരാതന സമ്പ്രദായങ്ങളെ പറ്റിയൊക്കെ ഫ്രീ മേഷണറി എന്ന സംഘടനയുമായി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ആദത്തിന് പല പുസ്തകങ്ങളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്, ധാരാളം അറിവുകൾ കിട്ടുന്നുണ്ട്. അതിലെല്ലാം ആകൃഷ്ടനായ അദ്ദേഹം തൻ്റേതായിട്ടുള്ള ഒരു പുതിയ രഹസ്യ സംഘടന ഉണ്ടാക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ 1776 മെയ് 1 രാത്രിയിൽ ഇൻഗോൾ സ്റ്റാഡ് എന്ന നഗരത്തിലെ വനത്തിനുള്ളിൽ വെച്ച് ആദം വെയ്ഷോഫ്റ്റ് തൻ്റെ പുതിയ സംഘടനയുടെ ആദ്യത്തെ യോഗം വിളിക്കുകയാണ്. അന്ന് വെറും 4 അംഗങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. രാത്രിയിൽ ടോർച്ച് ലൈറ്റിൻ്റെ സഹായത്താൽ നടത്തിയ ഒരു ചെറിയ യോഗമായിരുന്നു. കുടുംബപരമോ സാമൂഹികപരമോ ആയി വലിയ പ്രശസ്തിയിൽ നിൽക്കുന്ന സമ്പന്നരായ ആളുകളെയാണ് അവർ ഈ രഹസ്യ സംഘടനയിൽ അംഗങ്ങളാക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ മാത്രമേ ഈ സംഘടനയുടെ ഉദ്ദേശങ്ങൾ സമൂഹത്തിലേക്ക് കൂടുതൽ വ്യാപിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. കാരണം സമൂഹത്തിൽ ഉന്നതരായ സമ്പന്നരായ വ്യക്തികൾക്ക് ഇതെല്ലാം എളുപ്പത്തിൽ പ്രചരിപ്പിക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ ഓർഡർ ഓഫ് ഇല്ലുമിനാറ്റി എന്ന പേരിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഇല്ലുമിനാറ്റി സംഘടന രൂപം കൊള്ളുകയാണ്. ആദ്യമൊക്കെ ആദം ജോലി ചെയ്തിരുന്ന ലോ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളായിരുന്നു ഈ സംഘടനയിൽ ചേർന്നത്. കാരണം അധ്യാപകനായതുകൊണ്ട് തന്നെ തൻ്റെ ആശയങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ ആദത്തിന് എളുപ്പത്തിൽ സാധിക്കുകയാണ്. പതുക്കെ ഉന്നതരായ ആളുകൾ തൻ്റെ സംഘടനയിലേക്ക് ആകൃഷ്ടരാകുന്നുണ്ട് എന്ന സത്യം ആദത്തിന് മനസ്സിലായി. അതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. 1782 ആയപ്പോഴേക്കും ഇല്ലുമിനാറ്റിയിൽ 600ഓളം അംഗങ്ങൾ വന്നു ചേരുകയാണ്. പിന്നീട് സമൂഹത്തിലെ ഉന്നതരായ പ്രഭുക്കന്മാർ, രാഷ്ട്രീയക്കാർ, വക്കീലന്മാർ, ഡോക്ടർമാർ, പ്രമുഖരായ എഴുത്തുകാർ, ബുദ്ധിജീവികൾ, അങ്ങനെ സമൂഹത്തിലെ വിവിധ മേഖലയിലുള്ള പ്രമുഖർ ഈ സംഘടനയിൽ ചേരാൻ ആരംഭിക്കുകയാണ്. 1784 ആയപ്പോഴേക്കും 2000 മുതൽ 3000 പേർ വരെ അടങ്ങുന്ന സംഘമായിട്ട് ഈ ഗ്രൂപ്പ് വളർന്നു വന്നു. ആ സമയമായപ്പോഴേക്കും ഫ്രാൻസിൽ ഭരണകൂടത്തിനെതിരെയും സഭകൾക്കെതിരെയുമുള്ള വിപ്ലവം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നു. 1789 ഫ്രാൻസിൽ വിപ്ലവത്തിന് തുടക്കമിട്ട സമയത്ത് അതിന് സമാനമായി ബവേറിയൻ ഭരണകൂടത്തിനെതിരെയും അട്ടിമറി ശ്രമം നടത്താൻ ഇല്ലുമിനാറ്റി സംഘടനകൾ ശ്രമിക്കുന്നുണ്ട്. ഇതൊരു വലിയ ആശങ്കയായി അവിടുത്തെ ഭരണകൂടത്തിനും ഭരണകൂടത്തിൻ്റെ തണലിൽ കഴിയുന്ന സഭകൾക്കും തോന്നുകയാണ്. അതിനിടയിൽ ആദം ഫ്രഞ്ച് വിപ്ലവകാരിയായ റോബസ്പിയറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തകളും പ്രചരിക്കാൻ തുടങ്ങി. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, അതായത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ മുൻനിർത്തിയായിരുന്നു ഫ്രഞ്ച് വിപ്ലവം നടന്നത്. അങ്ങനെ ഇത്തരം പുരോഗമന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇല്ലുമിനാറ്റി ബവേറിയൻ ഭരണകൂടത്തിന് ഭീഷണിയാവുമെന്ന് ഭരണകൂടം തിരിച്ചറിയാണ്. പിന്നെ ഭരണകൂടത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഇത്തരം ഗ്രൂപ്പുകളെ നിരോധിക്കുകയും ആ സംഘടനയിലുള്ള ആളുകളെ വ്യാപകമായിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും ചെയ്യുകയാണ്. ആദത്തിനെതിരെയും ഭരണകൂടം പകപോക്കി. അവർ ആദത്തിൻ്റെ സംഘത്തെ റെയ്ഡ് ചെയ്യുകയും ഭരണകൂടത്തിനെതിരായ രേഖകൾ കണ്ടെത്തുകയും ചെയ്യുകയാണ്. പിന്നീട് നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത ആദം
സക്സ് ഗോത്ത എന്ന ജർമ്മൻ സ്റ്റേറ്റിലേക്ക് നാടുവിടുകയും ചെയ്യുകയാണ്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഫിലോസഫി പ്രൊഫസറായിട്ട് അദ്ദേഹം ജോലി നോക്കുകയാണ് ചെയ്തത്. അതായത് ആദം പിന്നീട് ഇല്ലുമിനാറ്റിയിൽ ഇല്ല എന്ന് മാത്രമല്ല, ആ സംഘടന, ആദത്തിൻ്റെ സംഘടന എന്നേക്കുമായി പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. എന്നാൽ ആദത്തിൻ്റെ ഇല്ലുമിനാറ്റി സംഘത്തെ പിരിച്ചുവിട്ടെങ്കിലും അതിലെ ചില അംഗങ്ങൾ രഹസ്യമായിട്ട് പ്രവർത്തനം തുടർന്ന് പോകുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നീട് നോക്കിയാൽ കുറേയധികം അന്താരാഷ്ട്ര സംഭവ വികാസങ്ങൾക്ക് ഇല്ലുമിനാറ്റിയുമായി ബന്ധമുണ്ട് എന്ന് ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും പ്രചരിക്കാൻ തുടങ്ങിയിരുന്നു. അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ സ്ഥാപനം മുതൽ പിന്നീട് ഇങ്ങോട്ട് നോക്കിയാൽ കോവിഡ് വരെ നീളുന്ന ഇല്ലുമിനാറ്റിയുടെ സ്വാധീനമുണ്ട് എന്ന സിദ്ധാന്തങ്ങൾ നിലനിൽക്കുന്നുണ്ട്. യുണൈറ്റഡ് നേഷൻസ്, വേൾഡ് എക്കണോമിക് ഫോറം, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകളിലും ഇല്ലുമിനാറ്റിയുടെ സ്വാധീനമുണ്ട് എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അവർ മീഡിയ, ഫൈനാൻസ്, പൊളിറ്റിക്സ്, ടെക്നോളജി എന്നിവയിലൂടെ ആളുകളെ സ്വാധീനിച്ച് പുതിയൊരു ലോകക്രമം നിർമ്മിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പല ആരോപണങ്ങളിലും പറയുന്നത്. നേരത്തെ പറഞ്ഞ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം 1804 മുതൽ നെപ്പോളിയൻ ആയിരുന്നു ഫ്രഞ്ച് സാമ്രാജ്യം ഭരിച്ചിരുന്നത്. ഫ്രാൻസിൽ അതിനു മുൻപേ ഉണ്ടായിരുന്ന രാജഭരണം അപ്പോഴേക്കും വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് അവസാനിക്കുന്നുണ്ട്. ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. എന്തായാലും ഫ്രാൻസിൽ അധികാരം പിടിച്ചെടുത്തതിന് ശേഷം നെപ്പോളിയൻ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും തൻ്റെ ആക്രമണം വർദ്ധിപ്പിക്കാനും സാമ്രാജ്യം വലുതാക്കാനുമുള്ള ശ്രമങ്ങളെല്ലാം നടത്തുന്നതായിട്ട് ചരിത്രത്തിൽ കാണാം. ഇതെല്ലാം തങ്ങളുടെ രാജഭരണത്തിന് ഭീഷണിയാവുമെന്ന് തിരിച്ചറിഞ്ഞ ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങൾ പിന്നീട് ഒരുമിച്ചാണ് ഇതിനെ എതിർക്കുന്നത്. അങ്ങനെ പിന്നീടുള്ള വർഷങ്ങൾ നോക്കിയാൽ ഫ്രഞ്ച് സൈന്യവും ബ്രിട്ടൻ ഉൾപ്പെടുന്ന സഖ്യങ്ങളും തമ്മിലുള്ള യുദ്ധങ്ങൾ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. അവസാനം ബാറ്റിൽ ഓഫ് വാട്ടർലൂ എന്നറിയപ്പെടുന്ന യുദ്ധത്തിൽ നെപ്പോളിയൻ്റെ സൈന്യം പരാജയപ്പെടുകയും ഫ്രാൻസിൽ നെപ്പോളിയൻ്റെ ഭരണം അവസാനിക്കുകയും ചെയ്തു. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ബ്രിട്ടൻ ലോകത്തിലൊരു വലിയ ശക്തിയായിട്ട് മാറുന്നുണ്ട്. എന്നാൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം റോത്ത് ഷീൽഡ്സ് എന്നറിയപ്പെടുന്ന ഒരു ജൂത ബാങ്കിംഗ് കുടുംബം യുദ്ധത്തിൽ ബ്രിട്ടൻ തോൽക്കാൻ പോവുകയാണ് എന്ന വ്യാജ വാർത്ത പ്രചരിപ്പിച്ചു എന്നും അതിനുശേഷം ലണ്ടൻ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആയതിൽ നിന്ന് ഈ കുടുംബം വലിയ രീതിയിൽ ലാഭമുണ്ടാക്കിയെന്നും പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നോക്കിയാൽ റോത്ത് ഷീൽഡ്സ് ബാങ്കിംഗ് ശൃംഖലകൾക്ക് യൂറോപ്പിലുടനീളം അതിവേഗം കൊറിയർ സർവീസുകളും ചാരന്മാരും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ സ്വന്തം ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് ഉപയോഗിച്ച് ബ്രിട്ടൻ യുദ്ധത്തിൽ ജയിക്കാൻ പോവുകയാണ് എന്ന കാര്യം അവർ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് മുന്നേ അറിഞ്ഞുവെന്നും അതിനാലാണ് അവർ സ്റ്റോക്ക് മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് എന്നും അതിൽ നിന്ന് വലിയ ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചത് എന്നും അന്നത്തെ കാലത്ത് തന്നെ നിലനിന്ന ആരോപണങ്ങളായിരുന്നു. മറ്റൊരു കാര്യം കൂടെ നമ്മളിവിടെ ശ്രദ്ധിക്കണം. ഈ റോത്ത് ഷീൽഡ്സ് എന്നറിയപ്പെടുന്നത് ഒരു ജൂത കുടുംബമാണല്ലോ. അന്നത്തെ കാലത്ത് നമ്മൾ നോക്കിയാൽ ജൂതന്മാർക്കെതിരായ വലിയ വെറുപ്പുകൾ തന്നെ യൂറോപ്പിൽ ഉടനീളം ഉണ്ടായിരുന്നു. ധാരാളം പ്രൊപ്പഗണ്ടകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വെറുപ്പിൻ്റെ ഭാഗമായിട്ടാണോ ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ ഉയർന്നു വന്നത് എന്ന കാര്യത്തിലും സംശയങ്ങളുണ്ട്. പക്ഷേ നമ്മൾ നോക്കിയാൽ ഈ റോത്ത് ഷീൽഡ്സ് കുടുംബവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ ഇവിടെ ഒന്നും ഒതുങ്ങുന്നില്ല. എബ്രഹാം ലിങ്കൺ, ജോൺ എഫ് കെന്നഡി എന്നീ അമേരിക്കൻ പ്രസിഡന്റുമാർ കൊല്ലപ്പെട്ടത്, ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിച്ചത്, ഇസ്ലാമിക് സ്റ്റേറ്റിന് ഫണ്ട് നൽകുന്നത്, ഇങ്ങനെയുള്ള ആരോപണങ്ങളെല്ലാം തന്നെ റോത്ത് ഷീൽഡ്സ് കുടുംബത്തിന് നേരെ പലപ്പോഴും ഉയർന്നു വരുന്നുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ യാക്കൂസ ഗ്യാങ്ങിനെ പറ്റിയുള്ള വീഡിയോ ശ്രദ്ധിച്ചവർക്കറിയാം. റോത്ത് ഷീൽഡ്സ് കുടുംബത്തെ പറ്റി ചില കാര്യങ്ങൾ നമ്മളവിടെ പറഞ്ഞിരുന്നു. ഫ്രിറ്റ്സ് സ്പ്രിങ്മെയർ എന്ന കോൺസ്പിറസി തിയറികളുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ എഴുതുന്ന ആൾ തൻ്റെ പുസ്തകങ്ങളിലൂടെ സാത്താനിക് രക്തബന്ധങ്ങളിൽപ്പെട്ട ഒരു ആഗോള എലൈറ്റ് ഗ്രൂപ്പ്, അതായത് വരേണ്യവർഗം ലോകത്ത് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ട്. അതേ കാര്യം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ബ്ലഡ് ലൈൻസ് ഓഫ് ഇല്ലുമിനാറ്റി എന്ന പുസ്തകത്തിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇത് എവിടെയെങ്കിലും വായിക്കാവുന്ന ഒരു പുസ്തകമല്ല. ഇത് CIA ഓൺലൈൻ ലൈബ്രറിയിൽ പോയാൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നൊരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഇല്ലുമിനാറ്റിയുടെ ഭാഗമായ 13 ബിസിനസ് കുടുംബങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ തന്നെ 9 കുടുംബങ്ങൾക്ക് മയക്കുമരുന്ന് കച്ചവടവുമായി ബന്ധമുണ്ട്. ഇതിൽ ഒരു ബിസിനസ് കുടുംബമായിട്ടാണ് റോത്ത് ഷീൽഡ്സ് എന്ന ജൂത കുടുംബത്തെ പരിചയപ്പെടുത്തുന്നത്. ഈ റോത്ത് ഷീൽഡ്സിനെ ഖുറൈഷി എബ്രാം നേരിടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പേപ്പർ കട്ടിങ്ങിലൂടെ ലൂസിഫർ സിനിമയുടെ ആദ്യ ഭാഗത്ത് തന്നെ കാണിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്പ്രിങ്മെയറിൻ്റെ തന്നെ ഇല്ലുമിനാറ്റിയെക്കുറിച്ച് വിവരിക്കുന്ന മറ്റൊരു പുസ്തകമുണ്ട്. ബി വൈസ് ആസ് സെപ്പൻസ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിൽ സാത്താനിസ്റ്റുകൾക്ക് പ്രിയപ്പെട്ട 666 എന്ന നമ്പറിനെ പറ്റി പറയുന്നുണ്ട്. ലൂസിഫർ സിനിമയിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ വണ്ടിയുടെ നമ്പർ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ നമ്പർ കാണാവുന്നതാണ്. ഇങ്ങനെ സാത്താനിക് ബ്ലഡ് ലൈനിൽ ഉൾപ്പെട്ട ഇല്ലുമിനാറ്റിയുടെ ഭാഗം തന്നെയാവാം സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന മോഹൻലാൽ കഥാപാത്രമായ ഖുറൈഷി എബ്രാം എന്ന കാര്യം നമുക്കിവിടെ ഊഹിച്ചെടുക്കാൻ പറ്റുന്നതാണ്. കൂടാതെ ബൈബിൾ വെളിപാട് പുസ്തകത്തിൽ 13-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഈ 666 എന്ന നമ്പർ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നതാണ്. ഈ ബൈബിൾ വാചകങ്ങളിൽ ബീസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻറ്റി ക്രൈസ്റ്റ്, അതായത് ജീസസിന് എതിരായി നിലനിൽക്കുന്ന സ്വയം ദൈവമായി പ്രഖ്യാപിക്കുന്ന ഒരു നേതാവിനെയാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ തന്നെ 16-ാം വാക്യത്തിൽ പറയുന്നത് ലോകത്തിലെ പാവങ്ങൾ, പണക്കാർ, അടിമ, ഉടമ എന്നിങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ബീസ്റ്റിൻ്റെ അടയാളം ശരീരത്തിൽ ആലേഖനം ചെയ്തവരെല്ലാം ദൈവത്തെ കൈവിടുകയും സാത്താൻ്റെ വക്താക്കളായി അറിയപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്.
ഇങ്ങനെ ഈ ബീസ്റ്റിൻ്റെ പേരോ അടയാളങ്ങളോ നമ്പറോ ഇല്ലാതെ ആർക്കും ഒരു മുട്ടുസൂചി പോലും വാങ്ങാനോ വിൽക്കാനോ സാധിക്കില്ല എന്ന ഒരു ലോകക്രമമാണ് ഇല്ലുമിനാറ്റി നടപ്പിലാക്കാൻ പോകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇല്ലുമിനാറ്റിയുടെ കാര്യത്തിലേക്ക് നമ്മളൊന്ന് വരികയാണെങ്കിൽ, സാത്താൻ്റെ വക്താക്കളായ ഇത്തരം ഇല്ലുമിനാറ്റിയുടെ ഭാഗമാവാതെ നമുക്ക് അവർ സൃഷ്ടിച്ചെടുക്കുന്ന പുതിയ ലോകക്രമത്തിൽ ഒരു നിലനിൽപ്പുണ്ടാവില്ല എന്നാണ് പറയുന്നത്. സർവ്വകാര്യങ്ങളിലും സാത്താൻ്റെ സിമ്പലുകളോ നമ്പറുകളോ അവർ കൊണ്ടുവരുന്നതാണ്. കാരണം അത്രയും ശക്തമാണവർ. കാരണം അവർ വിഭാവനം ചെയ്യുന്ന, ഇല്ലുമിനാറ്റി വിഭാവനം ചെയ്യുന്ന ന്യൂ വേൾഡ് ഓർഡർ, അതായത് പുതിയ ലോകക്രമത്തിൽ ആ എലൈറ്റ് ശക്തികൾക്ക് കീഴിൽ ലോകത്തിലെ രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായ കാര്യങ്ങളെ നിയന്ത്രണത്തിലാക്കുക എന്നതാണ് അവർ ലക്ഷ്യമിടുന്നത്. ഇത് ലോകത്തുടനീളം സാമ്പത്തികവും ഭരണപരവുമായ ഒരു കൺട്രോളിനെ സൂചിപ്പിക്കുന്ന വാചകങ്ങൾ തന്നെയാണ്. ഇതെല്ലാ രംഗത്തും ഉണ്ട്. രാഷ്ട്രീയം എന്നത് മാത്രമല്ല, കലാരംഗത്തും. ഉദാഹരണത്തിന് പോപ്പ് മ്യൂസിക്കിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ, ബയോൺസ്, കെയ്ൻ വെസ്റ്റ്, റിഹാന തുടങ്ങിയ പോപ്പ് സിംഗേഴ്സ് ഭാഗമാണ് എന്ന കോൺസ്പിരസി തിയറികൾ, ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉന്നതരായ ആളുകൾ ഇത്തരം ഇല്ലുമിനാറ്റി സീക്രട്ട് ഗ്രൂപ്പിൻ്റെ അംഗങ്ങളായി ആ ഗ്രൂപ്പിൻ്റെ താല്പര്യങ്ങൾ നടപ്പിലാക്കുന്നു എന്നാണ് ആരോപണങ്ങളിലെല്ലാം തന്നെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും കോൺസ്പിരസി തിയറികൾ അല്ലെങ്കിൽ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഞാൻ പറയാറില്ല, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കാറില്ല. കാരണം തെളിവുകളുള്ള കാര്യങ്ങളാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും എൻ്റെ ആശയങ്ങളല്ല, നിലനിൽക്കുന്ന കോൺസ്പിരസി തിയറികൾ, സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു എന്ന് മാത്രം. എന്താണെങ്കിലും നമ്മൾ സിനിമയിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ, എമ്പുരാനിലെ ടീസറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മേഴ്സണറി ഹിറ്റ് ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്ന ആളായിട്ടാണ് ഖുറേഷി എബ്രാമിനെ കാണിക്കുന്നത്. ലോകത്തിലെല്ലായിടത്തും അവരുടെ പ്രസൻസ് ഉണ്ട് എന്നും അതിൽ തന്നെ പറയുന്നുണ്ട്. ഈ മേഴ്സണറി ഹിറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുന്നത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്, രാജ്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സീക്രട്ട് ഓർഗനൈസേഷനുകൾക്ക് വേണ്ടിയോ കൊലപാതകങ്ങളും ആക്രമണങ്ങളും ഒക്കെ നടത്തുന്ന ഗ്രൂപ്പുകളെ പറയുന്ന പേരാണ്. കോങ്കോയുടെ കയ്യിലുണ്ടായിരുന്ന ഡയമണ്ട് ഖനികളിൽ നിന്ന് അനധികൃതമായിട്ട് റുവാണ്ടൻ ഗവൺമെൻറ് ഡയമണ്ട് കുഴിച്ചെടുത്തതിന് പിന്നിൽ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളാണ് എന്ന ആരോപണമുണ്ടായിരുന്നു. ഇത്തരത്തിൽ അനധികൃതമായിട്ട് ഡയമണ്ട് കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെ വീണ്ടും യുദ്ധങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ടിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ 1990കളുടെ അവസാനത്തിലും 2000ൻ്റെ തുടക്കത്തിലും നമ്മൾ നോക്കുകയാണെങ്കിൽ, കോങ്കോ, ഐവറി കോസ്റ്റ്, അങ്കോള, സിയറ ലിയോൺ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ആഭ്യന്തര യുദ്ധങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. ലൂസിഫർ സിനിമയുടെ അവസാന ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ശക്തി കപൂറിൻ്റെ കാമിയോ റോള് വരുന്നുണ്ട്. തൻ്റെ കമ്പനിക്ക് വേണ്ടി അങ്കോള, സിയറ ലിയോൺ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഡയമണ്ട് എത്തിച്ചതായിട്ടും അതിൽ പറയുന്നുണ്ട്. ഈ രാജ്യങ്ങളിലെല്ലാം യുദ്ധസമാനമായ സാഹചര്യത്തിൽ നമ്മൾ നോക്കിയാൽ അനധികൃതമായിട്ട് രത്നം ഖനനം ചെയ്ത് വിൽക്കുന്നത് കൂടി വരുന്നതായിട്ടും കാണാൻ പറ്റുന്നതാണ്. ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഡയമണ്ട് വ്യാപാര രംഗത്തെ ഒരു ഭീകരത തന്നെയാണ്. ഇതിൽ തന്നെ ലോകത്തിലെ 90% ഡയമണ്ട് മാർക്കറ്റിംഗ് കൺട്രോൾ ചെയ്യുന്നത് ഡി ബീർസ് എന്നറിയപ്പെടുന്ന സൗത്ത് ആഫ്രിക്കൻ ബ്രിട്ടീഷ് കമ്പനിയാണ്. ഇത്തരം രത്നങ്ങൾ വാസ്തവത്തിൽ ബ്ലഡ് ഡയമണ്ട്സ് എന്നാണ് അറിയപ്പെടുന്നത്, ചോര പുരണ്ട രത്നങ്ങൾ. കാരണം ഡി ബീർസ് പോലുള്ള ഗ്രൂപ്പുകൾ രത്നങ്ങൾ ഈ യുദ്ധം നടക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പ്രദേശങ്ങളിൽ നിന്ന് ആക്രമണകാരികളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതായിട്ടും ആരോപണങ്ങളുണ്ട്. 1888 ബ്രിട്ടീഷ് വ്യവസായിയായിരുന്ന റോഡ്സ് ആണ് ഡി ബീർസ് എന്ന കമ്പനി സ്ഥാപിക്കുന്നത്. ഇത് സ്ഥാപിക്കാൻ അദ്ദേഹത്തെ സഹായിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഇല്ലുമിനാറ്റിയുടെ ഭാഗമാണ് എന്ന് പറയപ്പെടുന്ന റോഡ്ചൈൽഡ്സ് കുടുംബമാണ് എന്ന കാര്യം ബ്ലഡ് ലൈൻസ് ഓഫ് ഇല്ലുമിനാറ്റി എന്ന പുസ്തകത്തിൽ പറയുന്നു എന്ന് മാത്രമല്ല, അത് സത്യമായിട്ടുള്ള കാര്യമാണ്, അതിന് തെളിവുകളുമുണ്ട്. പിന്നീട് റോഡ്ചൈൽഡ്സുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പൺ ഹെയ്മർ കുടുംബം 1927 മുതൽ ഡി ബീർസ് ഗ്രൂപ്പിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നുമുണ്ട്. ഇത്തരത്തിൽ ഡയമണ്ട് വ്യാപാരത്തിൽ നിന്ന് ലഭിക്കുന്ന പണം വീണ്ടും ആഫ്രിക്ക പോലുള്ള സ്ഥലങ്ങളിൽ ആഭ്യന്തര യുദ്ധങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം ഇല്ലുമിനാറ്റി കുടുംബങ്ങൾ വിനിയോഗിക്കുന്നത് എന്നും വലിയ ആരോപണമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും സ്വർണം, ഡയമണ്ട് പോലുള്ള വസ്തുക്കൾ ആ രാജ്യങ്ങൾ ദരിദ്രമായി നിൽക്കുമ്പോഴും ആ രാജ്യത്ത് ആഭ്യന്തര യുദ്ധങ്ങൾ നടക്കുമ്പോഴും യഥേഷ്ടം അനധികൃതമായിട്ട് വാങ്ങാൻ ഇത്തരം ഗ്രൂപ്പുകൾക്ക് സാധിക്കുന്നതാണ്. അമേരിക്ക എണ്ണ സമ്പന്നമായ രാജ്യങ്ങളിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ അങ്ങോട്ട് ചെന്ന് ഇടപെട്ട് അവിടെ നിന്ന് ലാഭമുണ്ടാക്കുന്നത് പോലുള്ള ആരോപണങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്നില്ലേ? ഏതാണ്ട് ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇല്ലുമിനാറ്റി ഗ്രൂപ്പുകൾ നടത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ലൂസിഫറിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ, ഇത്തരം ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഖുറേഷി എബ്രാമിൻ്റെ സംഘം റോഡ്ഷീൽഡ്സ് കുടുംബത്തെ മറികടക്കുന്നു എന്നും പറയുന്നുണ്ട്. അങ്ങനെ ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും 13ഓളം മയക്കുമരുന്ന് സംഘങ്ങൾ ഖുറേഷി എബ്രാമിനെതിരെ തിരിയുന്നുവെന്നും ലൂസിഫറിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇങ്ങനെ 13ഓളം വരുന്ന ഇല്ലുമിനാറ്റി കുടുംബങ്ങൾക്ക് ഭീഷണിയായി ഉയർന്നു വരുന്ന മറ്റൊരു ഗ്യാങ് ആയിരിക്കാം ഖുറേഷി എബ്രാമിൻ്റേത്. ഒരു പക്ഷേ അവർ നടത്തുന്ന ഡ്രഗ് ഡീലിങ്സിന് ഖുറേഷി എബ്രാമിൻ്റെ ഗ്യാങ് എതിരായിരിക്കാം. അതുകൊണ്ട് തന്നെ ഖുറേഷി എബ്രാം വേഴ്സസ് 13 ഇല്ലുമിനാറ്റി ഗ്രൂപ്പ്, അങ്ങനെയുള്ള ഒരു ഏറ്റുമുട്ടലായിരിക്കാം നടക്കുന്നത്. ലൂസിഫറിൽ പറയുന്ന ഒരു വാചകം ഇവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. ചെറിയ തിന്മയും
വലിയ തിന്മയും തമ്മിൽ. അതുകൊണ്ടായിരിക്കാം ഇല്ലുമിനാറ്റിയുടെ പുതിയ ആയുധമായ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആക്സിസിന്റെ ഭാഗമായിരുന്നിട്ട് കൂടി ലഹരി സംഘത്തിനെതിരെ ഖുറേഷി എബ്രഹാം നിലകൊള്ളുന്നത്. എന്തായാലും ചരിത്രത്തിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ ഈ 13 ഇല്ലുമിനാറ്റി കുടുംബങ്ങൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലഘട്ടത്തിൽ തന്നെ ഒപ്പിയം പോലുള്ള ഡ്രഗ് ബിസിനസ്സിൽ സജീവമായിരുന്നുവെന്ന് സ്പ്രിംഗ് മേയർ തൻ്റെ പുസ്തകത്തിൽ അവകാശപ്പെടുന്നുണ്ട്. കാര്യങ്ങൾ എന്താണെങ്കിലും ലൂസിഫർ ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത് ധാരാളം ഡീറ്റെയിലിങ്സ് ഉള്ള ഒരുപാട് ലെയേഴ്സ് ഉള്ള ഒരു സിനിമയാണ് എന്ന് നമുക്ക് മുൻപേ അറിയാം. അതോടൊപ്പം തന്നെ പല ക്യൂരിയസ് ആയിട്ടുള്ള എലമെൻസും ഇതിൽ കടന്നു വരുന്നുണ്ട്. ഖുറേഷി എബ്രഹാം എന്നത് ഒരാളാണോ അതോ വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികളാണോ എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല. എന്തായാലും ഈ സിനിമ കാരണം ഇത്രയധികം ചരിത്രവും ലോകത്ത് നടക്കുന്ന കാര്യങ്ങളും പറയാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. പുതിയ അറിവുകൾ അറിയാനും ജീവിതം 1% മെച്ചപ്പെടുത്താനും ഇത്തരം ഓരോ അവസരങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. എന്താണെങ്കിലും ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. കുറച്ച് അധിക സമയമെടുത്ത് നിർമ്മിച്ചൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ദയവായിട്ട് ലൈക്ക് ചെയ്യുക. കൂടുതൽ പേരിലേക്ക് ഈ വീഡിയോ എത്താൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ വീഡിയോയുടെ ഇടയിൽ പറഞ്ഞതുപോലെ പണം നല്ല രീതിയിൽ ഉണ്ടാക്കാനും കൈകാര്യം ചെയ്യാനും നിക്ഷേപിക്കാനും ഒക്കെ പഠിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുവേണ്ടി ചെറുതായിട്ട് പണവും സമയവും മുടക്കാൻ മടി കാണിക്കേണ്ടതില്ല. കാരണം ഇതെല്ലാം ജീവിതത്തിൻ്റെ അവസാനം വരെ വേണ്ട അറിവുകൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ പേഴ്സണൽ ഫൈനാൻസ് മാസ്റ്റർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ട ലിങ്കും കാര്യങ്ങളും എല്ലാം കമൻറ്റിലുണ്ട്. ഈ ക്ലാസ്സിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോയുടെ ലിങ്കും ഞാൻ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് അതും കണ്ടു നോക്കാം. ആദ്യം ജോയിൻ ചെയ്യുന്ന 250 പേർക്ക് 6000 രൂപ വിലയുള്ള ഈ ഒരു ക്ലാസ് 2799 രൂപയ്ക്ക് ഇപ്പോൾ ലഭ്യമാവുന്നതാണ്. താല്പര്യമുള്ളവരെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നമുക്കെന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.